ഹായ് ഫ്രണ്ട്സ്, BFM TECHGURU എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു തംബ്നെയിൽ എങ്ങനെ നിർമ്മിക്കാം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് പിക്സൽ ലാബ് എന്നൊരു ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ ഇതിന് പ്ലേ സ്റ്റോറിൽ നല്ല റേറ്റിംഗ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാനിവിടെ പിക്സൽ ലാബ് എന്നൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഇൻ്റർഫറൻസ് കാണാം. അപ്പോൾ ഇതിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്കിതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇവിടെ അടിയിൽ 4 ഓപ്ഷൻസ് ആണ്. അതിൽ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നാലാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കളർ എന്നുള്ളൊരു ഭാഗം ഫസ്റ്റ് തന്നെ കിടക്കണമാണ്. അപ്പോൾ അതെടുക്കുമ്പോൾ കൂടെ കളറും ഗ്രേഡിയൻ്റ് എന്ന് ഉണ്ട്. അപ്പോൾ നമുക്കിതിൽ ഗ്രേഡിയൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കളർ സെലക്ട് ചെയ്യുന്നു. അതായത് ലാസ്റ്റ് ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിനി ഇത് തംബ്നെയിലിൻ്റെ സൈസ് അല്ല. അപ്പോൾ ഇതിൽ മേലെ നമുക്ക് 3 ഡോട്ട്സ് കാണാം. അപ്പോൾ ആ 3 ഡോട്ട് സെലക്ട് ചെയ്ത് അതിൽ ഇമേജ് സൈസ് എന്നുള്ളൊരു ഭാഗം കാണും. അപ്പോൾ അതിൽ പ്രസ് ചെയ്തതിന് ശേഷം യൂട്യൂബ് തംബ്നെയിൽ എന്ന് നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ യൂട്യൂബ് തംബ്നെയിൽ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഇത് യൂട്യൂബ് തംബ്നെയിലിൻ്റെ സൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് മേലെ ഒരു പ്ലസ് ബട്ടൺ കാണാം. അപ്പോൾ ആ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്രം ഗാലറി എന്നുണ്ട്, ടെക്സ്റ്റ് എന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗാലറിയിൽ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യാൻ പോകുന്നു. അതായത് യൂട്യൂബിൻ്റെ ഒരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തംബ്നെയിൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇമേജസ് ഒന്നില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂട്യൂബിൻ്റെ ഇമേജ് PNG ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ജസ്റ്റ് സൈഡ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് PNG അല്ല ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻഡ്രോയിഡിലാണെങ്കിൽ റേസർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ ഇത് ഞാൻ സൈസ് കറക്റ്റ് ആക്കുകയാണ്, അത് കറക്റ്റ് സെൻറ്ററിൽ ഇടാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇത് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനിത് സെൻറ്ററിലാണ് പ്ലേസ് ചെയ്യണത്. അപ്പോൾ ഇത് സെൻറ്ററിൽ പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ മേലിൽ ടെക്സ്റ്റ് എന്നുള്ള ഭാഗം എടുക്കാൻ പോകും. അതായത് ഇവിടെ മേലെ നമുക്ക് ഈ പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്ത് ടെക്സ്റ്റ് എന്നെടുക്കുന്നു. ഒരു ടെക്സ്റ്റും കൂടി വേണം. അപ്പോൾ നമ്മൾ 2 ടെക്സ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കി. എന്നിട്ട് നമുക്കിനി ഇവിടെ ന്യൂ ടെക്സ്റ്റ് എന്നാണ്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഹൗ ടു മേക്ക് എ തംബ്നെയിൽ എന്നാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഹൗ ടു മേക്ക് എന്ന് ഫസ്റ്റത്തേലും രണ്ടാമത്തേലും തംബ്നെയിൽ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഹൗ ടു മേക്ക് എന്ന് കൊടുക്കാം. അപ്പോൾ അതിനായി ഹൗ ടു മേക്ക് ഞാൻ ഇവിടെ കൊടുത്തു. അതിന് അടുത്തതിലും തംബ്നെയിൽ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ തംബ്നെയിൽ ഇത് റൈസ് ചെയ്യുക. അതിനുശേഷം തംബ്നെയിൽ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇത്രയും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം ക്യാപിറ്റൽ ലെറ്ററും മറ്റേത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ ഒരു ബോറായിരിക്കും നിങ്ങളുടെ തംബ്നെയിൽ. അപ്പോൾ കൂടുതൽ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ നോക്കുക തംബ്നെയിലിന്. അപ്പോൾ തംബ്നെയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈസും നമ്മുടെ ഇതിൻ്റെ ഫോണ്ടും നമുക്ക് ശരിയാക്കാം. അപ്പോൾ അതിനായി നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ കാണാം ഈ ടെക്സ്റ്റിൻ്റെ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇത് ബെൻഡൊക്കെ ചെയ്ത് നമുക്ക് അടിപൊളിയാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരുപാട് ഫോണ്ടുകൾ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് ആവശ്യം പോലെ ആഡ് ചെയ്യാം വേണമെങ്കിൽ ഇതിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഫോണ്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലുള്ളൊരു ഫോണ്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അടിയിലത്തെ തംബ്നെയിൽ എന്നുള്ളൊരു ഭാഗം കൂടി ഞാൻ ഇനി എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് സൈസ് കറക്റ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ നിങ്ങളുടെ ക്രിയേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് തംബ്നെയിൽ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ക്രിയേഷൻ വെച്ചാണ് ഞാൻ ഈ തംബ്നെയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആ തംബ്നെയിൽ എന്നുള്ള ഭാഗത്തിൻ്റെയും ഫോണ്ട് ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. അതിന് ശേഷം ഇതിൻ്റെ സൈസും നമുക്കിവിടെ കാണാം. സൈസ് എന്നുള്ളൊരു ഭാഗം ഇപ്പോൾ ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇത് ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം, അങ്ങനെ ഒരുപാട് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് പിക്സൽ ലാബ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു 2-3 വട്ടം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് താനേ പഠിക്കുക. ഇതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഇമേജ്, അതായത് ഒരു കളർ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്തതിന് ശേഷം അത് ക്രോപ്പ് ചെയ്ത് ചെറിയ ഭാഗം, അതായത് ഇതിൻ്റെ ബാക്കിൽ ഹൗ ടു മേക്ക് എന്നുള്ളതിൻ്റെ ബാക്കിൽ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് സൈസ് ഇൻക്രീസ് ചെയ്യാം.
അതിനുശേഷം നമുക്കിപ്പോൾ ഈ ഹൗ ടു മേക്ക് എന്നുള്ളതിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അത് ജസ്റ്റ് നമുക്കിവിടെ കാണാം, ഇവിടെ ഓപ്ഷനിലുണ്ട് ടു ബാക്ക്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് പോയി. അതുപോലെ തന്നെ നമുക്ക് ഈ അടിയിൽ കാണുന്ന തമ്പനെയിൽ എന്നുള്ളിടത്തും ഇതുപോലെ ഈ സെയിം കളർ ഒരു ഇമേജ് ആഡ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളി ആയതിനെ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഫ്രം ഗ്യാലറി എന്ന് കൊടുത്തതിന് ശേഷം ഗ്യാലറിയിൽ നിന്ന് ആ ഫോട്ടോ ഒന്നും കൂടി എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ക്രോപ്പ് ചെയ്യാം. അതപ്പോൾ പരമാവധി കുഞ്ഞാക്കാം. അതിനുശേഷം നമുക്കിവിടെ ലെങ്ത്ത് കൂട്ടാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം ഫ്രം ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ള ഭാഗം കൊടുക്കുക. അപ്പോൾ ഇവിടെ അടിയിൽ നമുക്ക് കാണാം ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ളത്. അപ്പോൾ അതും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിൻ്റെ ബാക്കോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഫ്രണ്ടോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിനുശേഷം നമുക്കിങ്ങനെ നമുക്ക് ഒരുമാതിരി കറക്റ്റായിട്ട് അത് വെക്കാം, പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് തമ്പനയിൽ എന്നുള്ളത് കറക്റ്റ് ആകുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേഷൻ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ നിങ്ങൾ അട്രാക്റ്റീവ് ആവാൻ നോക്കുക, വ്യൂവേഴ്സ് വരാൻ. എന്തായാലും അത് തമ്പനയിൽ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ കാണാൻ അത്രയ്ക്കും അട്രാക്റ്റീവ് ആക്കുക പരമാവധി. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് മാത്രം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്നും ഇത് ഇത്തിരി അട്രാക്റ്റീവ് ആണെന്നും. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തമ്പനയിൽ ഇത് തന്നെയാണ് ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസൊക്കെ കറക്റ്റാക്കി വേണമെങ്കിൽ ഇതിൽ 3D എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ടെക്സ്റ്റിന് വേണമെങ്കിൽ നമുക്ക് 3D എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ 3D എഫക്റ്റ് ഞാനിപ്പോൾ കൊടുക്കണില്ല. ഇപ്പോൾ ഇനി ഇവിടെ നമുക്ക് കാണാം ഈ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്കർ, അതുപോലെ ഇമോജി, സ്റ്റിക്കർ, ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഷേപ്സ്. അപ്പോൾ നമുക്കിതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അത് ചില സന്ദർഭങ്ങളിൽ നമുക്കിത് ആവശ്യം വരും. അപ്പോൾ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണ്ട. അപ്പോൾ ഇപ്പോൾ ഞാനൊരു സ്റ്റിക്കർ എടുത്തു. അപ്പോൾ അത് ആവശ്യമില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡിൽ പ്രസ് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇഷ്ടമുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ അറിവുകൾക്ക് വേണ്ടി നിങ്ങൾ ബിഫം ടെക് ഗുരു എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ തമ്പനയിൽ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്.